നമസ്കാരം. സി മലയാളം ന്യൂസിലെ ഇന്നത്തെ അതിഥി കേരളത്തിന്റെ രഞ്ജി ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യം ഞങ്ങൾ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. കാരണം ഒരു വലിയൊരു ദൗത്യത്തിന്റെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ഒരു യുവതാരം. എന്തായാലും ഞങ്ങൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളെ ഈ ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ആദ്യം അറിയേണ്ടത് ഇന്നലത്തെ ആ ക്യാച്ചാണ്. കേരളത്തെ ഫൈനലിലേക്ക് എത്തിച്ച ആ ക്യാച്ച്, ആ മൂവ്മെന്റ് എന്തായിരുന്നു? ശരിക്കും ഒരു വലിയൊരു ഒരു മിറാക്കിൾ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ ഒരു ക്യാച്ച്, ആ ഹെൽമെറ്റ് സൽമാന്റെ ഹെൽമെറ്റിൽ ടച്ച് ചെയ്തിട്ട് കറക്റ്റ് സെന്റർ പാർട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു ക്യാച്ച് നമ്മൾ അവിടെ തന്നെ പോപ്പപ്പ് ചെയ്തത്. അല്ലെങ്കിൽ സൈഡിലൊക്കെ തട്ടുവാണെങ്കിൽ വേറെ പല സൈഡിലോട്ടും പോയി ചിലപ്പോൾ ഒരു ബൗണ്ടറി, ഹെൽമെറ്റ് കൊണ്ടില്ലെങ്കിൽ ബൗണ്ടറി വരെ പോകാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു അവിടെ. ബട്ട് നമുക്ക് എവിടെ എഴുതി വെച്ച പോലെ നമ്മൾ ഈ വർഷം നമ്മൾ രഞ്ജി ട്രോഫിയിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് എവിടെയോ എഴുതി വെച്ച പോലെ നമ്മുടെ ആ ഒരു ക്യാച്ച് നമ്മുടെ നേരെ പോപ്പപ്പ് ചെയ്യും. അത് നമുക്ക് നല്ലൊരു ക്യാച്ച് ആക്കാൻ സാധിച്ചു. അപ്പം എനിക്ക് സംതിങ് ഗുഡ് ഈസ് കമ്മിങ് ഫോർ കേരള ക്രിക്കറ്റ്. എനിക്ക് ഇന്നലെ ആ ആഹ്ലാദ പ്രകടനം കണ്ടപ്പോൾ ഒരു ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഓരോ പ്ലേയേഴ്സിന്റെ മുഖത്തുണ്ടായിരുന്നത്. കാരണം അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിൽ. കാരണം നമ്മള് ഞാൻ പറയില്ലേ, നമ്മുടെ ഈ ഒരു എഫേർട്ട് ഈ ഒരു സീസണിൽ വെച്ചതല്ല. കാരണം കുറേ ഇപ്പം ഞാനൊരു 15 years ആയിട്ട് കേരള ടീം കളിക്കുന്നുണ്ട്. അപ്പം അന്ന് മുതൽ നമ്മള് ഒരു ഒക്ടോബറിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേരള ടീം ജൂൺ ടു ജൂലൈ, ഇപ്പൊ ഇവിടെ ജൂണിലും ജൂലൈയിലും മഴയാകുമ്പോഴത്തേക്കും നമ്മൾ അതർ സ്റ്റേറ്റിൽ പോയി കളിച്ച് നമ്മൾക്ക് അത്രയും സപ്പോർട്ട് തന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അപ്പൊ അത്രയും നാളത്തെ എഫേർട്ടാണ്, കുറെ ആൾക്കാരുടെ സ്വപ്നമാണ് നമ്മളിങ്ങനെ രഞ്ജി ട്രോഫി കപ്പെടുക്കുക എന്നുള്ളത്. അപ്പോ ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലേ, എല്ലാവരുടെയും ഹാർഡ് വർക്കിന്റെ ഒരു ബലമാണ് നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തുന്നത്. 1951 കേരള ടീം ആദ്യമായി രഞ്ജി കളിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായി കേരള ടീം ഫൈനലിൽ എത്തുന്നു എന്നാണ്. അതിൻ്റെ ഒരു ക്യാപ്റ്റൻസിയുടെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. എങ്ങനെയായിരുന്നു ഒരു രഞ്ജി ടീമിലേക്കുള്ളൊരു പ്രവേശനം? പിന്നീടുള്ളൊരു 15 വർഷക്കാലം കേരള ടീമിനൊപ്പം ഉണ്ടായിരുന്നു, നിൽക്കുന്ന ആളാണ്. ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് കേരള ടീമിൽ കളിക്കുന്നത് അണ്ടർ 13 ഏജ് കാറ്റഗറിയിലാണ്. അപ്പം ഞാനൊരു ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം പിന്നെ ഞാൻ അണ്ടർ 13, അണ്ടർ 15, ഒരു അണ്ടർ 17 ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്കൊരു കേരള ഒരു സീനിയർ ടീം ഉണ്ട് എന്നുള്ളൊരു കാര്യം. അവര് ഈ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞൊരു ടൂർണമെന്റ് കളിക്കുന്നുണ്ടെന്ന കാര്യമൊക്കെ ഞാനൊരു 15 വയസ്സിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാനൊരു ഒരു 19 കോളേജ് എത്തിയപ്പോഴാണ് ഞാനൊരു ഡെയിലി പ്രാക്ടീസ് എന്നുള്ള ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 2009 ഫസ്റ്റ് രഞ്ജി ട്രോഫിയിൽ ഡെബ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന ഒരു കാര്യമാണ്, അന്ന് നമ്മള് കേരള കളിക്കുന്നത് പ്ലേറ്റ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് നമ്മൾ പ്ലേറ്റ് ഗ്രൂപ്പിൽ നിന്ന് എലൈറ്റ് ഗ്രൂപ്പിൽ കളിക്കാനായിരുന്നു നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മൾ പറയുന്നത് നമുക്ക് രഞ്ജി ട്രോഫി കപ്പ് അടിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പം ഞാൻ കുറെ ക്യാപ്റ്റൻസിനകത്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഡെബ്യൂ ചെയ്തപ്പോഴത്തേക്കും ശ്രീ ആയിരുന്നു ക്യാപ്റ്റൻ. അതിനുശേഷം BA ജഗദീഷ്, സോണി ചേട്ടൻ, റൈഫി വിൻസൻ ഗോമസ്, രോഹൻ പ്രേം, പിന്നെ എൻ്റെ പാസ്റ്റ് ക്യാപ്റ്റൻസ് ഞാൻ ഡെബ്യൂ ചെയ്തതിന് മുന്നേ ഉള്ള അനന്തൻ ചേട്ടൻ, ശ്രീകുമാരൻ ചേട്ടൻ, സുനിൽ ചേട്ടൻ. അപ്പൊ അവരൊക്കെ ഡ്രീം ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് രഞ്ജി ട്രോഫി നേടണം എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മളൊരു 5 years മുന്നേ ഇതിന്റെ ഒരു വക്കത്തൊന്ന് എത്തി ഒരു സെമി ഫൈനൽ കളിക്കാൻ പറ്റി നമുക്ക്. അപ്പോൾ അതിന് മുന്നേ ക്വാർട്ടർ ഫൈനൽസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഈ കേരള ടീം റെഡ് ബോൾ ക്രിക്കറ്റിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം അതിന് മുന്നേ നമ്മൾ വൈറ്റ് ബോളിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാ വർഷവും കാരണം നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ബീച്ചിലും നമ്മൾ തോപ്പിച്ചിട്ടുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ. അപ്പം റെഡ് ബോളിലും അത് ആവർത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും ഈ കേരളത്തിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ മത്സരത്തിലേക്കൊക്കെ കടക്കുമ്പോൾ. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഇവിടെ വരെ എത്തിയതിലൊരു സന്തോഷമുണ്ട്. ഇനി അടുത്ത കളി എങ്ങനെയായിരിക്കും കളി എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പല ക്രിക്കറ്റ് ആരോടും ചോദിച്ചപ്പോൾ ഇത്തവണ കേരളം കപ്പടിക്കും, കാരണം വിജയശ്രീ ലാളിതരായി അവർ കേരളത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. യെസ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം നമ്മുടെ ജോബ് ഫൈനലിൽ എത്തി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ നമ്മുടെ ടീമിനോടും കളി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഫൈനലിൽ എത്തി. സോ വി ഷുഡ് ബി റിയലി ഗ്രേറ്റ്ഫുൾ.
നമുക്കിനി നമ്മളെപ്പോഴും പറയും, നമ്മളിപ്പോൾ ഈ മാച്ചിന് മുന്നേ പറഞ്ഞത് നമ്മൾ 3 മാച്ച് കൊണ്ട് നമുക്ക് കളിക്കണം എന്നാണ്. അതായത് സെമി ഫൈനൽ, ഫൈനൽ, അതിനുശേഷം നമ്മൾ ഫൈനലിൽ വിൻ ചെയ്തിട്ട് നമ്മൾ ഇറാനി കപ്പ് കളിക്കണം എന്നുള്ള ഒരു ഗോളും ഞാൻ അവരോട് പറയുകയുണ്ടായി. കാരണം എൻ്റെ ഒരു ഡ്രീമും അത് തന്നെയാണ്, ഇറാനി കപ്പിന് എനിക്കൊരു ടോസിന് പോകണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് അതും വിൻ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ജേർണി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലോങ് വേ ടു ഗോ. ഇതൊരു ഫൈനൽ യെസ് ആണെന്നറിയാം, ബട്ട് നമുക്ക് ഒരു അനദർ മാച്ചിൽ നമ്മൾ കളിക്കുന്ന പോലെ വി ഹാവ് ടു പ്ലേ ദിസ് ഗെയിം. ഇനി വരുന്ന മത്സരത്തിൽ നമ്മൾ നോക്കുമ്പം വിദർഭയോട് നമ്മൾ ഒരു സെമി ഫൈനലിൽ തോറ്റിട്ടുണ്ട്. അതിൻ്റെ ഒരു കടം വീട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതെ, കാരണം അവര് നമ്മുടെ വിദർഭ ടീം നമ്മുടെ നാട്ടിൽ വന്ന് ലാസ്റ്റ് സെമി ഫൈനൽ കളിച്ചപ്പം അവരായിരുന്നു നമ്മുടെ ഒപ്പോണന്റ്. അപ്പൊ അവർ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് സൈഡായിരുന്നു. ലൈക്ക് വസിം ജാഫർ, ഉമേഷ് യാദവ്, അങ്ങനത്തെ ഒരു 3 ഇന്ത്യൻ പ്ലേയേഴ്സ് ആ ടീമിലുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ വിദർഭ നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇവനും ഈ വർഷമാണെങ്കിലും അവർക്ക് കരുൺ നായർ, ധ്രുവ് ഷോരെ, യശ് റാത്തോഡ്, അങ്ങനെ അവരുടെ നല്ല കുറെ ഇൻഫോർമൽ ബാറ്റ് ചെയ്യുന്ന ബാറ്റേഴ്സും ഉണ്ട്. സോ നമ്മളും ഒട്ടും മോശമല്ല. നമ്മളും അവരെക്കാൾ നല്ല ക്രിക്കറ്റ് കളിച്ചിട്ടാണ് നമ്മളും ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. സോ നല്ല മാച്ച് ആയിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്ക് ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആ ദൈവത്തിന്റെ അനുഗ്രഹം ഈ ഒരു പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ ആ ലാസ്റ്റ് വിക്കറ്റ്, അതിൻ്റെ കാര്യം പറയുമ്പോൾ ഹെൽമെറ്റിൽ തട്ടി ക്യാച്ച് എടുക്കുന്നു. ശരിക്കും അത് ഡെഡ് ബോൾ ആകുന്നൊരു സംശയം ആ സമയത്ത് ഉണ്ടായിരുന്നോ? കാരണം ഗ്രൗണ്ടിലാരോ ക്യാച്ച് എന്ന് വിളിച്ചു പറയുന്ന എല്ലാവർക്കും കേൾക്കായിരുന്നു. അത് നമ്മള് എനിക്കൊന്നൊരു 3 years മുന്നേ വരെ ശരിക്കും നമ്മൾ ഷോർട്ട് ലെഗിൽ ആ പൊസിഷനിൽ പറയുന്ന പേരാണ്. ഷോർട്ട് ലെഗിൽ ആ പ്ലെയറിന്റെ ഹെൽമെറ്റിൽ തട്ടുവാണെങ്കിൽ അതിലപ്പം തന്നെ ഡെഡ് ബോൾ വിളിക്കുന്ന ഒരു ലോ ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റിയെന്ന് എനിക്ക് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു പ്രഷറിൽ ഹെൽമെറ്റ് തട്ടി ബോൾ പൊങ്ങിയപ്പോഴത്തേക്കും എന്റെ മനസ്സിൽ പൊക്കോണ്ടിരുന്നത് അതാണ്, അയ്യോ ഇനി അത് ഡെഡ് ബോൾ പോലെ ആവുമോ എന്നുള്ളൊരു കാരണം. ആ വിക്കറ്റ് കിട്ടാൻ അത്ര എടുക്കാൻ ഭയങ്കര പാടാണ്. ബാറ്റ്സ്മാൻമാർ മിസ്റ്റേക്ക് ആണെങ്കിൽ മാത്രമാണ് ആ വിക്കറ്റിൽ ഔട്ട് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഒരു ക്യാച്ച് പൊങ്ങിയപ്പോഴും കുറെ തോട്ട്സ് പോയി. മറ്റേ ശ്രീയുടെ ഒരു ക്യാച്ച് വേൾഡ് കപ്പിൽ പൊങ്ങിയ പോലെ. പിന്നെ കാരണം നമുക്ക് ഈ ഇങ്ങനെ പയ്യെ വരുന്ന ക്യാച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം കുറെ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ നമ്മളിപ്പം പെട്ടെന്ന് അടിക്കുമ്പോഴത്തേക്കും വേറെ നമുക്ക് റിയാക്ഷൻ മാത്രം നോക്കിയാൽ മതി. പക്ഷെ അങ്ങനത്തെ ആ ഒരു കുറെ തോട്ട്സ് വന്നു. ബട്ട് ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഫേസിൽ, നമ്മുടെ എല്ലാവരുടെ പ്ലെയറിന്റെ ഫേസിൽ നോക്കിയാൽ അറിയാം. എസ്പെഷ്യലി എന്റെ ഫേസിൽ ശരിക്കും അറിയാന്ന് പറയുന്നു. സോ എൻഡ് ഓഫ് ദി ഡേ അത് നമുക്ക് എഴുതി വെച്ചത് ആ ഒരു മാച്ച് നമുക്കായിരുന്നു. എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ നമ്മൾ എടുക്കാൻ, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ 1 റൺസിൻ്റെ ലീഡിൽ അടുത്ത സെമിയിലേക്ക് എത്തുന്നു. സെമിയിൽ നിന്നും ഇപ്പോൾ 2 റൺസിൻ്റെ ലീഡിലാണ് ഫൈനലിലേക്ക് എത്തുന്നത്. ഭയങ്കര ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നോ കളിക്കാർക്കും സച്ചിനും ഒക്കെ? നമ്മൾ ഇങ്ങനത്തെ മാച്ച് നമ്മൾ കുറെ കളിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു എക്സ്ട്രാ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജ് ആയതുകൊണ്ടാണ്. ആ ഒരു 1 run ലൈക്ക് നമ്മൾ ആ മീറ്റിങ്ങിന് മുന്നേ നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ 80 runs ആണ്, 9 wickets. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു 50 ഗെയിം എടുക്കുവാണെങ്കിൽ അതിൽ ചിലപ്പോൾ 2 മാച്ച് ആയിരിക്കും ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. പേഴ്സൻറ്റേജും ഭയങ്കര നമുക്ക് കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ആ മാച്ചിന് തലേദിവസം നമ്മുടെ കോച്ച് നമ്മുടെ ഹസിയുടെയും ഗില്ലസ്പിയുടെയും ഒരു സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ഇതുപോലെ ലാസ്റ്റ് വിക്കറ്റിന് ഒരു പാർട്ണർഷിപ്പ് ഒക്കെ കാണിച്ച് സൽമാനെയും ബേസിൽ തമ്പീനെയും നല്ല രീതിയിൽ ലൈക്ക് ഒരു സപ്പോർട്ട് കൊടുത്തു. നമുക്ക് പറ്റുന്നുള്ള കാര്യം സ്റ്റിൽ നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യം, നമുക്ക് ആ ഒരു മാച്ചിൽ സ്റ്റിൽ നമുക്ക് ടൈം ഉണ്ട്. ലീഡ് പോയാൽ പോലും നമുക്കിപ്പോൾ 80 റൺ ഉണ്ട്. അതിലൊരു 30 റൺ അടിച്ചാൽ പോലും 50 റൺസിന്റെ ഒരു ഡെഫിസിറ്റ് നമുക്ക് ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് 2.5 ദിവസം നമുക്ക് നമ്മുടെ കയ്യിൽ കളിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു അത്രയും ഇതിൽ നമുക്ക് കയ്യിൽ തിരിച്ചു വരാം എന്നുള്ളൊരു സംഭവം നമുക്കുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് മാച്ച് നമ്മൾ പലതവണയും നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ 290 വരെ ഫേസ് ചെയ്ത് എനിക്ക് ഒരു തവണ ഫസ്റ്റ് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ ക്വാളിഫൈ ചെയ്തപ്പോഴത്തേക്കും ഹിമാചലിനെതിരെ നമ്മൾ 290 ലാസ്റ്റ് ഡേ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മാച്ച് നമ്മൾ ജയിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു ടോപ്പ് ഇന്നിങ്സ് ഫ്രം സൽമാൻ ആൻഡ് ബേസിൽ ആ ഒരു റൺ നമുക്ക് എടുത്തു തന്നതിൽ. ഇനി അടുത്ത മത്സരം വരാനിരിക്കുകയാണ്. കരുൺ നായർ നല്ല ഫോമിലാണ്. എന്തായിരിക്കും കരുണിനെ തളയ്ക്കാനുള്ള കേരളത്തിന്റെ തന്ത്രം? നമ്മൾ ഒബ്വിയസ്ലി യെസ്, അവരൊരു നല്ല സൈഡായിട്ട് ബാറ്റ് ചെയ്യുന്നതാണ് ത്രൂ ഔട്ട്
ഇവൻ കഴിഞ്ഞ കൊല്ലം അവർ രഞ്ജി ട്രോഫി ഫൈനലിൽ കളിച്ചൊരു ടീമാണ്. ഇതിനു മുന്നേ രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ആയ ഒരു ടീമാണ്. അപ്പം ഇവൻ കരുണാണെങ്കിലും നമ്മൾ കുറേ കാലമായിട്ട് കേരള കർണാടക കളിക്കുമ്പോഴൊക്കെ വി ബീൻ പ്ലേയിങ് ടുഗെദർ. അപ്പോ ഏനോ കാരണം ബാറ്റ്സ്മാന് ഈസിയാണ്, കാരണം ഒരു നല്ല ബോൾ മതി ടു ഗെറ്റ് എ ബാറ്റ്സ്മാൻ ഔട്ട്. അപ്പോ നമ്മൾ അതിൽ ബിലീവ് ചെയ്യുന്നു, വി വിൽ ബോൾ ദാറ്റ്, ആ ഒരു ഗുഡ് ബോൾ എറിയും. സോ ആൻഡ് പേഷ്യൻ്റ്ലി നമുക്ക് ആ ഒരു, കാരണം ക്രിക്കറ്റ് ഒരു പേഷ്യൻസിന്റെ കളിയാണ്. സോ വി ഹാവ് ടു വെയിറ്റ്, വി ഹാവ് ടു ബോൾ, നന്നായിട്ട് നമ്മൾ ബോൾ ചെയ്യണം, എന്നാൽ മാത്രമാണ് വി ക്യാൻ ഡു റിയലി വെൽ ഇൻ ദ ഫൈനൽ ഓൾസോ. കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കുമ്പോൾ ഈ അവസാനത്തെ 5-ാം ദിവസം വരെ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ആർക്കൊപ്പം വിജയം നിൽക്കുമെന്ന് ഒരിക്കൽ പോലും ആർക്കും പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു 2 ടീമുമായിട്ടുണ്ടായിരുന്നത്. ഈ അവസാന ദിവസമൊക്കെ എത്തുമ്പം എന്തായിരുന്നു ഈ കൂടുതലുള്ളവരൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു, ഏത് തന്ത്രം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ? അല്ല, നമ്മള് ഈ 4 ഡേ നമ്മൾ ലീഗ് മാച്ചില് എല്ലാ മാച്ചും 4 ഡേ ഇതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് ഇപ്പൊ ബീഹാർ ആയിട്ടുള്ള മാച്ച് നമ്മൾ 2 ദിവസത്തില് മാച്ച് കഴിഞ്ഞു. അതിന് പല മാച്ചും നമ്മുടെ ലീഗ് റൗണ്ടിൽ നമുക്ക് 3 ദിവസം, 4-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ നമ്മൾ കളി കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു ക്വാർട്ടർ ഫൈനലിലും, കാരണം നമ്മൾ ഇതിനു മുന്നേ ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോഴും 5 ദിവസം ഒരിക്കലും പോയിട്ടില്ല. ഈ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു 5 ദിവസം, ക്വാർട്ടർ ഫൈനൽ 5 ദിവസം പോയതും സെമി ഫൈനലിലും 5 ദിവസം പോയതും. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ സെമി ഫൈനലിൽ കളിച്ചപ്പോഴത്തേക്കും 2 ദിവസത്തെ കളി കഴിഞ്ഞു നമ്മള് ലാസ്റ്റ് സെമി ഫൈനൽ. അപ്പോ 5 ദിവസം ലൈക്ക് ആ ഒരു ടെൻഷനാണ്, കാരണം എവറി ഡേ ഒരു നമുക്ക് ലൈഫിലെ പോലെ ഒരു പുതിയ ഇന്നിങ്സ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഡേ നമ്മുടെ കൂടെ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മുടെ പക്ഷത്താക്കാനുള്ള ഫൈറ്റ് ആണ് ഈ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫോർമാറ്റ്. അപ്പോ നമ്മൾ എവറി ഡേ നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു. എവറി ഡേ നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മുടെ 120% നമ്മൾ ഗ്രൗണ്ടിൽ ആ എഫേർട്ട് ഇട്ടു. സോ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന ആ ഒരു കോട്ട് പറയുന്ന പോലെ ആ ഒരു ലൈക്ക് ഒരു ഫോർച്യൂൺ നമ്മുടെ കേരള ടീമിലൂടെ വന്നത്. ഇപ്പോൾ സൽമാൻ നിസാറിൻ്റെയും ഒപ്പം തന്നെ നമ്മുടെ അസറുദ്ദീൻ്റെയും അവർ രണ്ടുപേരുടെയും പ്രകടനം അത് നമ്മൾ ഈ രഞ്ജിയിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെ. കാരണം എവിടെയൊക്കെ ക്രൈസിസ് ഉണ്ടായിരുന്നോ ആ സമയത്തൊക്കെ അവർ മുന്നോട്ട് വന്ന് കേരളത്തെ ലിഫ്റ്റ് ഔട്ട് ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും, കാരണം ലൈക്ക് അവർക്കും ഒരു ഡ്രീം റൺ സീസൺ തന്നെയാണ് ഈ ഒരു 2025. കാരണം സൽമാനും അസറുദ്ദീനും T20 മുതൽ ദേ ഹാവ് ബീൻ പെർഫോമിംഗ് റിയലി വെൽ. ഈ ഒരു എല്ലാ ഫോമാറ്റിലും ഇവൻ സൽമാൻ T20 നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അസറും 1 ഡേയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇവൻ അഗെയിൻ രഞ്ജി ട്രോഫിയിലും ആ ഒരു സെയിം ഫോം അവരും കണ്ടെത്തുകയാണ്. അപ്പം ഞാൻ അവരോടും പറഞ്ഞൊരു കാര്യമാണ് ലൈക്ക് എപ്പോഴും ലൈക്ക് ടു ബി കൺസിസ്റ്റൻസ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ കൺസിസ്റ്റൻസി ചുമ്മാ വരത്തില്ല. യു ഹാവ് ടു ഡു ഇറ്റ് ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ when you score runs, you will get lot of support വരും, കോൾസ് വരും. നമ്മൾ ചിലപ്പം നമ്മൾ ക്രിക്കറ്റിൽ ബി എ ലെവലർ എന്ന് ഞാൻ എപ്പോഴും പറയും നമ്മുടെ ടീംമേറ്റ്സിനോട്. അപ്പം നമ്മൾ when you perform, don't go there, be here. when you don't perform, go down, നമ്മൾ താഴെ പോയിരിക്കരുത്, ബി ഹിയർ. ആ ഒരു ലെവലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എല്ലാ ടീംമേറ്റ്സിനോട് പറയുന്ന ഒരു മെസ്സേജാണ് ആ ഒരു കാര്യം. അപ്പോൾ ദേ ഹാവ് ബീൻ ഫോളോയിങ് ഇറ്റ്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്രിക്കറ്റിൽ. യു ഹാവ് ടു വെൻ യു സ്കോർ റൺസ് യു ഹാവ് ടു കീപ്പ് ഓൺ സ്കോറിങ്. കാരണം ദർ വിൽ ബി എ ഫേസ് വെൻ യു ഡോണ്ട് സ്കോർ റൺസ് എന്നുള്ളൊരു ഫേസ് വരും. അപ്പം ആ സമയത്ത് ഈ കൺസിസ്റ്റൻസി മാത്രമാണ് നിങ്ങളെ ബാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് അവർ ഉഗ്രനായി ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ റോഹനസ് കുന്നുമ്പൽ, ഞാൻ ഷുവർ അവനിപ്പോൾ കുറച്ചൊരു രഞ്ജി ട്രോഫിയുടെ ഫസ്റ്റ് ഫേസിൽ റോഹൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഫേസിൽ റോഹന്റെ ഒരു ടാലന്റ് അനുസരിച്ച് ഹി ഡിഡ്ന്റ് പെർഫോം, ബട്ട് സ്റ്റിൽ വി ബാക്ക് ഹിം. കാരണം എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ഇന്നിങ്സ് ഫ്രം റോഹൻ ആണ് ഐ എം എക്സ്പെക്ടിങ് ഇൻ ദ ഫൈനൽസ്. ഫൈനലിലേക്ക് കാര്യം പറഞ്ഞപ്പോഴാണ്, എങ്ങനെയായിരിക്കും ഇനി ഫൈനലിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു തന്ത്രം? കാരണം ബാറ്റിങ്ങിലേക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ ബോളിംഗ് ആയിരിക്കുമോ ആദ്യം തിരഞ്ഞെടുക്കുക? അത് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അവിടെ പോയി നമ്മുടെ ഗ്രൗണ്ട് കണ്ടിട്ട്, ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ കണ്ടിട്ട്,
ലൈക്ക് എങ്ങനെയാണോ അവരുടെ ഞാൻ വെച്ചാൽ കഴിഞ്ഞ 2 മത്സരം നമ്മൾ എടുക്കുമ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ 2 കളിയിൽ നമുക്ക് വലിയ വിജയം, ഈ ഇവിടെ വരെ എത്താൻ എനിക്കൊന്ന് ഫസ്റ്റ് കളിയിലും ക്വാളിഫയറിൽ വന്നിലും സെമി ഫൈനലിലും ഒക്കെ ആദ്യം ബാറ്റിങ്ങിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെ. എനിക്കൊന്ന് നമ്മള് ജമ്മു കാശ്മീരായിട്ട് നമ്മൾ ഫസ്റ്റ് ബോളിംഗ് ആണ് ചെയ്തത്. ബിക്കോസ് നമ്മൾ ആ ഒരു പൂനെ ക്ലൈമറ്റും അവിടുത്തെ വിക്കറ്റും എല്ലാം കുറച്ച് ഫ്രഷ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. ഇവിടെ ഗുജറാത്ത് വന്നപ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഇവിടെ ഭയങ്കര ചൂടാണ്, നമ്മളെ രാവിലത്തെ ആ ഒരു കണ്ടീഷനൊക്കെ. പിന്നെ നമ്മൾ വിക്കറ്റ് കാണുമ്പോഴും അറിയാം നമുക്ക് കുറച്ച് ഡ്രൈനെസ് വിക്കറ്റിൽ ഫീൽ ചെയ്തു. അപ്പം അങ്ങനെയാണ് ആ ഒരു ബാറ്റിംഗ് അതിലൊരു തീരുമാനം ആവുന്നത്. അപ്പം അത് നമ്മളെ അക്കോർഡിംഗ് ടു ദ വിക്കറ്റ് ആണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്. സോ നമ്മൾ ബാറ്റ് ചെയ്യാനും വി ആർ റെഡി, ഇവൻ ബോൾ ചെയ്യാനും വി റെഡി. അപ്പം അങ്ങനത്തെ നമ്മളൊരു അറ്റാക്ക് നമ്മുടെ കയ്യിൽ അത്രയും നല്ല വെപ്പൻസ് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മുടെ ടീം ഇപ്പം എനിക്ക് തോന്നുന്നു റെഡിയാണ് ഈ 2 കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പം മധ്യപ്രദേശിൻ്റെ പ്ലെയറായിരുന്ന നമ്മുടെ ജലജ് സക്സേന, അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എങ്ങനെയായിരുന്നു? ജലജ് നമ്മുടെ കേരള ടീമിന് വേണ്ടി ഇറ്റ്സ് ബിൻ ഫാന്റാസ്റ്റിക്. കാരണം ഇപ്പോൾ ഒരു 8-9 ഇയേഴ്സ് ആയിട്ട് ജലജ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ടീമിന്റെ ഒരു ഭയങ്കര വലിയൊരു വെപ്പനായിട്ട് നമ്മുടെ ടീമിനുണ്ട്. കാരണം ഒരു നെടുന്തൂണായിട്ട് ഉണ്ടെന്ന് പറയാല്ലേ? എന്താണ് ഒരു നെടുന്തൂണായിട്ട്? അതെ, നെടുന്തൂണായിട്ട് നമ്മുടെ ടീമിന്റെ കൂടെ ഉണ്ട്. കാരണം ജലജ് നമ്മുടെ ടീമിലുള്ളപ്പോഴത്തേക്കും ഒരു ടീമും അപ്പുറത്തെ നമ്മളിപ്പോ പുറത്ത് കളിക്കാൻ പോകുമ്പോഴത്തേക്കും അവർക്കറിയാം ഒരു ടേണിംഗ് ട്രാക്ക് അവര് നമുക്ക് തരത്തില്ല. കാരണം നമുക്ക് ജലജിന്റെ ആ ഒരു ടാലന്റ് അവർക്കറിയാം. എന്നാൽ നമ്മൾ നല്ല ടേണിംഗ് വിക്കറ്റ് ആണെങ്കിൽ ജലജ് എന്തായാലും ഒരു 5 വിക്കറ്റ്സ് ജലജിന് കിട്ടും. ആൻഡ് ജലജ് അത് 1 വർഷം 2 വർഷമല്ല, കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ ഇവൻ സർവട്ടെ ഓൾസോ ഈ വർഷം വന്നപ്പോഴത്തേക്കും നമുക്കൊരു ലെഫ്റ്റ് ആം സ്പിന്നറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ കുറെ പ്ലേയേഴ്സും ട്രൈ ചെയ്തു, ബട്ട് നമുക്ക് ജലജിന് സപ്പോർട്ടായിട്ട് നമുക്കൊരു സ്പിന്നർ നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സർവട്ടേനെ ഈ വർഷം നമ്മൾ ചെയ്തത്. ബിക്കോസ് അത് നമ്മുടെ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വിഷൻ തന്നെയാണ് എന്താ പറയുക നമ്മളെ ടു വിൻ എ ട്രോഫി എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ജേർണിയിൽ വരുന്നതാണ് ഇവൻ സക്സേനയും ഇവൻ സർവട്ടയും എല്ലാവരും. ഇപ്പം ലാസ്റ്റ് മത്സരം വിജയത്തിന് ശേഷം നമ്മൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തിയ സമയം എന്തായിരുന്നു സഹതാരങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ മാച്ച് കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് നമ്മളെല്ലാരും കൂടെ ഇവൻ എല്ലാ മാച്ച് കഴിയുമ്പോഴും വി യൂസ് ടു ഗ്യാദർ എല്ലാവരും വന്നിട്ട് ആൻഡ് നമ്മളെ സംസാരിക്കും. ഇവൻ എല്ലാവരും നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് എല്ലാം നമ്മൾ അവിടെ കളയും. സോ നമ്മൾ പറഞ്ഞ ഒരൊറ്റ കാര്യം ഇത് തന്നെയാണ്. സോ ടുഡേ വി വിൽ സെലിബ്രേറ്റ് ആൻഡ് ടുമോറോ ഓൾസോ വി വിൽ സെലിബ്രേറ്റ്. ആൻഡ് നമ്മൾ നാഗ്പൂർ എത്തിക്കഴിഞ്ഞാൽ വി ഫോക്കസ് ഓൺ ദ അതർ ഗെയിം. അത് തന്നെയാണ് നമ്മൾ സംസാരിച്ച കാര്യം. ആൻഡ് നമ്മുടെ കുറെ നമ്മൾ ടീമിലുണ്ടായ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ അത് പറഞ്ഞ് നമ്മൾ അവരെ കൺഗ്രാജുലേഷൻ ചെയ്തു. ആൻഡ് വി സ്മൈൽഡ് ആൻഡ് നമുക്ക് ചെറിയ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ട്, അതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോയി. ആൻഡ് എവരിവൺ വാസ് വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു പലരും കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം മുഖത്തേക്ക് തേക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ആ ആഘോഷത്തിന്റെ. അത് നമ്മൾ ഹോട്ടലിൽ വന്ന ശേഷം നമ്മുടെ ഹോട്ടലുകാര് ഒരു കൺഗ്രാജ് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് തന്നതാണ്. അപ്പം അത് പിന്നെ ഇന്നലെ നമ്മുടെ ഒരു സൈഡ് ആം ത്രോവർ ഗിരീഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ നമ്മുടെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഒരു കേക്ക് സ്മാഷിങ് എപ്പോഴും ഉള്ളതാണ്. അപ്പൊ ഇന്നലെ കുറച്ചും കൂടെ അതിന്റെ മധുരം കുറച്ചും കൂടെ കൂടുതലായിരുന്നു. ഇനി നമ്മൾ ഫൈനൽ മാച്ചിലേക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വിദർഭയെ ഏതൊക്കെ തരത്തിലാണ് കേരള ടീം ഒന്ന് മുൻകരുതലായി സ്വീകരിക്കേണ്ടത്? അവരുടെ ഒരു ബാലൻസ് സൈഡാണ് അവര് കഴിഞ്ഞൊരു പാസ്റ്റ് 3 ഈവൻ വിജയ് സാറ് അവര് ഫൈനൽസ് അവര് കളിച്ചു. ആൻഡ് കഴിഞ്ഞ വർഷം അവര് ഫൈനൽസ് കളിച്ചു. അപ്പം അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാലൻസ് സൈഡാണ്. അവർ സ്പിന്നാണ് കുറച്ചും കൂടെ കുറെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അവരുടെ 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആൻഡ് ഒരു ഓഫ് സ്പിന്നർ അവർക്കുണ്ട്. ആൻഡ് ബാറ്റിംഗ് ഓൾസോ അവര് കുറച്ച് എക്സ്പീരിയൻസ് പ്ലേയേഴ്സും കൂടെ ഉണ്ട്. ആൻഡ് കുറച്ച് ഈ സീസണിൽ നല്ല റൺസ് അടിച്ച പ്ലേയേഴ്സും അവർക്ക് ഉണ്ട്. സോ കാരണം നമുക്ക് അവരെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സും നമുക്കുണ്ട്. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അവരെ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ നമുക്ക് അവരെ ഒരു സ്കോറിൽ പിടിച്ചിട്ടാമെന്നാണ് കരുതുന്നത്.
അപ്പം എനിക്ക് തോന്നുന്നു ഈ കുറേ കാലത്തിന് ശേഷമാണ് രഞ്ജി മത്സരം കാണാനുള്ള ആരാധനയുടെ വലിയൊരു ഉയർച്ച. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഉയർച്ചയാണ്. കാരണം ആകാംക്ഷ നിറഞ്ഞൊരു മത്സരമായതുകൊണ്ട് വലിയ ആളുകൾ, അല്ല വലിയ ഒരു കൂട്ടം ആളുകളൊക്കെ കേരളത്തെ അല്ലെങ്കിൽ കേരള ടീമിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് മത്സരം കാണാൻ ഇപ്പോൾ എത്തുന്നു എന്ന് നമുക്ക് പറയാം. യെസ്, കാരണം നമുക്ക് നമ്മള് ഇന്നലെ നമ്മളെ കളി ജയിച്ചപ്പോഴും കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അറിയാത്ത ആൾക്കാരൊരു മെസ്സേജ് ചെയ്യുന്നത് ഞങ്ങളുടെ ഇത്രയും നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മള് കേരളം ഒരു രഞ്ജി ട്രോഫി നേടണം എന്നുള്ളൊരു കാര്യം. ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് ഇവരെ എത്തി, അത് നമുക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞാണ്. നമ്മൾ അറിയാത്ത ആൾക്കാർ വരെ നമുക്ക് വെച്ചാൽ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇവൻ USA നിന്നും ദുബായിൽ നിന്നും ഒക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും അവര് കേരള ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ കേരളത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് വളരെ വളരെ സന്തോഷം. ഇപ്പം കുറെ ആൾക്കാർ നമ്മുടെ ഇപ്പം നാഗ്പൂരിലും കുറെ മലയാളി അസോസിയേഷൻസ് ഇന്നലെ നമ്മുടെ മാനേജറിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ എന്താണ് വേണ്ടത്, നമ്മളിവിടെ ഉണ്ട്, എന്ത് സപ്പോർട്ടിനും നമ്മള് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവൻ അഹമ്മദാബാദിൽ പോലും നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ മലയാളി അസോസിയേഷനിലെ ചേട്ടന്മാര് വന്ന് വിളിച്ചു. പക്ഷെ നമുക്ക് ആ ഒരു സമയം കിട്ടിയില്ല. കാരണം അറിയാലോ, ഈ ഒരു മാച്ചിന് ഇമ്പോർട്ടൻസ് പ്ലസ് എല്ലാം കാരണം നമുക്ക് അവരെയും കാണാൻ പറ്റിയില്ല. അപ്പം എല്ലാ മലയാളീസും ഓൾ ഓവർ ദ വേൾഡ് മലയാളീസ് ഒക്കെ നമ്മുടെ കേരള ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പം അവസാനഘട്ട പരിശീലനം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ അഹമ്മദാബാദിൽ തന്നെയാണ്. നാളെയാണ് നമ്മൾ നാഗ്പൂരിൽ എത്തത്തുള്ളൂ. ആൻഡ് നമുക്ക് 24 and 25 ആണ് അടുത്ത നമ്മുടെ പ്രാക്ടീസ് സെഷൻസ്. അപ്പോൾ നമ്മൾ 24-25 പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ആ ഗ്രൗണ്ടൊക്കെ ആയിട്ട് യൂസ്ഡ് ആയിട്ട് 26-നാണ് മാച്ച്. അപ്പം നമ്മൾ 24-ലും 25-ലും, കാരണം ആ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇവിടെ കളിച്ചതിനെ കുറച്ച് കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പം അതൊക്കെ ഒന്ന് സാഹചര്യം നോക്കി നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വി വിൽ ഗോ ഫോർവേഡ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഫൈനലിലേക്ക് എത്തുമ്പോൾ? ഇല്ല, ലൈക്ക് ഓൾമോസ്റ്റ് ഈ ഒരു സെയിം ഇതാണ്. കാരണം നമുക്ക് സഞ്ജു അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചേർഡ് ആണ്. പിന്നെ നമ്മളുടെ ബാബ അപർജിത്ത് ഉണ്ടായിരുന്നു. ബാബ അപർജിത്തും ഹീസ് ഓൾസോ റിക്കവറിങ്, ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ രണ്ട് ബെസ്റ്റ് പ്ലേയേഴ്സ് ഇപ്പോഴും നമ്മുടെ ടീമിന്റെ വെളിയിലാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഈ ഒരു ടീമിൽ ഐ ബിലീവ് നമ്മുടെ ഫുൾ കേരള ബിലീവ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് എ വെരി ഗുഡ് ടീം. കഴിഞ്ഞ ദിവസം സഞ്ജു ആണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇറാനി കപ്പ് നേരത്തെ പറഞ്ഞ പോലെ സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ കളിക്കാൻ പോകണം എന്ന് ആശംസിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി, കാരണം സഞ്ജു നമ്മുടെ എല്ലാം ഒരു ഡ്രീം ആയിരുന്നു. സഞ്ജു നമ്മളൊക്കെ 10 വർഷം മുന്നേ നമ്മൾ ഒരുമിച്ച് കളിക്കുമ്പോൾ പറഞ്ഞതാണ്, ബേബിച്ച നമുക്ക് അടിക്കണം, ബേബിച്ച ഒരു ഡൊമസ്റ്റിക് കപ്പ് അടിക്കണം, ഇപ്പൊ അടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും അടിക്കണം എന്നുള്ള സഞ്ജു എപ്പോഴും പറയും. അപ്പം വലിയൊരു മിസ് തന്നെയാണ് സഞ്ജു ഈ ടീമിന്റെ ഭാഗമല്ലാത്തത്. കാരണം ദ കേപ്പബിൾ, വാട്ട് ഈസ് കേപ്പബിൾ എന്നുള്ള കാര്യം എവ്രി വൺ നോസ്. അപ്പോൾ നമ്മള് ഇപ്പം കഴിഞ്ഞ മാച്ചൊക്കെ സഞ്ജു നമ്മുടെ ടീമിലുണ്ടെങ്കിൽ ഇത്രയും ഒരു ഇത് വരത്തില്ല. നമ്മൾ ചിലപ്പോൾ 550-600 റൺ വരെ അടിക്കും സഞ്ജുവിന്റെ കേപ്പബിൾ വെച്ചിട്ട്. അപ്പോ വി റിയലി മിസ് ഹിം. ഇവൻ ബാബ അപർജിത്തും നമ്മുടെ അവിടെ നമ്മള് ലുക്കിംഗ് ഫോർവേഡ്, അവരെ എത്രയും പെട്ടെന്ന് അവരുടെ പരിക്കൊക്കെ മാറി നമ്മുടെ ടീമിലൂടെ ചേരാൻ പറയുന്നതിന് ആഗ്രഹം. ബട്ട് ഈ ഒരു മാച്ച് സീസണിന്റെ ലാസ്റ്റ് ഗെയിമാണ്. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഗെയിംസിൽ they will also be there. ഇനി ഫൈനൽ മത്സരമാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മുടെ മലയാളി കേരള ടീമിന്റെ ആരാധകരോട് സച്ചിൻ ബേബിക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു സപ്പോർട്ട് ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ മെസ്സേജസ്, ദ കോൾസ്, നമ്മൾ അറിയാത്ത ആൾക്കാർ വരെ നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പോൾ ഇനിയും ആ ഒരു സപ്പോർട്ട് വേണം. കാരണം നമ്മൾ ടീം ജയിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടത്. ഒബ്വിയസ്ലി നമ്മൾ ഒരു മനുഷ്യന്റെ കാര്യം വരുമ്പോഴത്തേക്കും വെൻ സക്സസ് കം ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ നമ്മളെ ബാക്ക് ചെയ്യാനും നമ്മളെ ക്ലാപ്പ് ചെയ്യാനും എപ്പോഴും ഉണ്ടാവും. സോ ഇപ്പൊ ഒരു മാൻ ഡൗൺ ആകുമ്പോഴത്തേക്കും ആ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടീമിനെ ഇനി സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന സീസണിനാണെങ്കിലും വെൻ ദ ടീം ലൂസേഴ്സ് ഓൾസോ, നമ്മുടെ ടീം, കാരണം നമുക്കറിയാം നമുക്ക് ഇത്രയും നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെങ്കിൽ ഇതിന്റെ അപ്പുറം നമുക്ക് ഇനി കളിക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ഇനിയും നമ്മുടെ കേരള ടീമിന്റെ കൂടെയും എല്ലാ പ്ലേയേഴ്സിന്റെ കൂടെയും നിങ്ങൾക്ക് വേണം. സോ ഈ ലൈക്ക് നമുക്ക് ശരിക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആ സാധനം. കാരണം നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട വിഷസ് ഒക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. സോ കീപ് ഓൺ, ഈ ഒരു സപ്പോർട്ട് ഇനിയും ഇങ്ങനെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കോച്ചിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇത്തവണ കപ്പ് മാറ്റേ മടങ്ങുള്ളൂ എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത് അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ ലൈക്ക് ഒരു സ്ട്രോങ് ഡിസ്റ്റൻസസ് ഭയങ്കര വലുത് തന്നെയാണ്. കാരണം നമുക്ക് ആസ് ലീഡേഴ്സ്, കാരണം നമ്മുടെ ഈ ടീമിന്റെ 2 ലീഡേഴ്സാണ് ഞാനും കോച്ചും. അപ്പം നമുക്ക് വെദർ നമ്മളൊരു പ്ലേയിങ് 11 ഡിസൈഡ് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മളൊരു വിക്കറ്റിൽ ബാറ്റ് ചെയ്യണോ ബോൾ ചെയ്യണോ എന്നുള്ളൊരു കാര്യം ആയിക്കോട്ടെ, കാരണം അങ്ങനത്തെ കുറെ ബോൾ ഡിസിഷൻസ് കോച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഹെൽപ്പ് തന്നെയാണ് എനിക്കും. ഓൺ ദ ഫീൽഡ് നമ്മൾ ഓരോ കാര്യം മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ദർ വിൽ ബി എ മാൻ നമ്മളെ ബാക്ക് ചെയ്യാനുണ്ടെന്ന് കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പം കോച്ചാണെങ്കിലും നമ്മുടെ ടീമിന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ബലമാണ് നമ്മുടെ ലോവർ ഓർഡർ ബാറ്റിങ്ങിന്റെ ആ ഒരു പാർട്ണർഷിപ്സ് നമ്മൾ കണ്ടു. ബേസിൽ തമ്പി ആൻഡ് നിതീഷിന്റെ ഒക്കെ ഒരു ബാറ്റിംഗ്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ടൂർണമെന്റിന് മുന്നേ ഉള്ള ക്യാമ്പിൽ ചെയ്ത എഫേർട്ടിന്റെ ഒരു റിട്ടേൺ ആയിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. എന്തായാലും കേരള ടീമിന് ഞങ്ങളെല്ലാ ആശംസകളും അറിയിക്കുകയാണ്. കപ്പുമായി കേരളത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ആയിരുന്നു. നന്ദി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.